ജനിക്കുമ്പോൾ മുതൽ ദൈവഭക്തി ഡൊമിനിക്കിന്റെ സ്വഭാവമായിരുന്നു. അമ്മയോടൊപ്പം ദേവാലയത്തിലെത്തി പ്രാർത്ഥനയിൽ ശ്രദ്ധയോടെ പങ്കുകൊണ്ടിരുന്ന കൊച്ചു സാവിയോയെ കണ്ട് ആൾക്കാർ അത്ഭുതപ്പെടുമായിരുന്നു. തിരുക്കർമ്മങ്ങളിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ സാധാരണ കുട്ടികൾ പള്ളിയിലും പള്ളിമുറ്റത്തും ഓടിക്കളിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്യുമ്പോൾ ഭക്തിപൂർവ്വം മുട്ടിന്മേൽനിന്ന് ഇനിയും സ്ഫുടമായിട്ടില്ലാത്ത വാക്കുകൾ കൊണ്ട് ദൈവസ്തുതികൾ ആലപിക്കുന്ന ഡൊമിനിക്കിനെ കണ്ട് വികാരിയച്ഛൻ പോലും പറഞ്ഞു, അവൻ ഒരു കൊച്ചു മാലാഖയാണ്. 5 വയസ്സായപ്പോൾ അവൻ തനിയെ ദേവാലയത്തിൽ പോകുവാൻ തുടങ്ങി. മഴയും മഞ്ഞും തണുപ്പും തുടങ്ങിയവ ഒന്നും തന്നെ അതിരാവിലെയുള്ള അവന്റെ ദേവാലയയാത്രയ്ക്കു തടസ്സമായിരുന്നില്ല. ചിലപ്പോൾ അവൻ പള്ളിയിലെത്തുക വളരെ നേരത്തെയായിരുന്നു. മഞ്ഞു പൊഴിഞ്ഞ ആ പുലർകാലങ്ങളിൽ അവൻ അടഞ്ഞുകിടക്കുന്ന ദേവാലയവാതിലിനുമുൻപിൽ മുട്ടുകുത്തി തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പുസ്തകങ്ങളോ തിരുത്താളുകളോ എടുക്കുവാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഡൊമിനിക് സാവിയോ ദിവ്യബലിയിൽ സഹായിയായി ഏറെ തീക്ഷ്ണതയോടെയും ശ്രദ്ധയോടെയും ബലിയിൽ പങ്കെടുത്തിരുന്നു. ഈ കുരുന്നു ബാലൻ ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായി. രാവിലെ പള്ളിയിലെത്തി ദിവ്യബലിയിൽ പങ്കെടുത്ത ശേഷം ഡൊമിനിക് ഓടി വീട്ടിലെത്തും. ആഹാരം എന്തെങ്കിലും കഴിച്ച ശേഷം വീണ്ടും പള്ളിയിലെത്തും. പള്ളിയോടനുബന്ധിച്ചായിരുന്നു ആ ഗ്രാമത്തിലെ ഏക വിദ്യാലയം പ്രവർത്തിച്ചിരുന്നത്. സ്വതേ ബുദ്ധിമാനായ ഡൊമിനിക് ക്ലാസുകളിൽ ഒന്നാമനായിരുന്നു. ഇതര ജോലികളൊന്നും ചെയ്യാതെ മുഴുവൻ സമയവും പഠനത്തിനു മാത്രം ചെലവഴിച്ചുകൊണ്ടല്ല അവൻ നിശ്ചിത സമയം നിഷ്ഠയോടെ പഠിച്ചു. ബാക്കി സമയമെല്ലാം മാതാപിതാക്കളെ തന്നാലാവുന്ന വിധം സഹായിച്ചുമാണ് പഠനമികവ് തെളിയിച്ചത്. സഹപാഠികളുടെ കുസൃതിത്തരങ്ങൾക്ക് ഡൊമിനിക് ഒരിക്കലും കൂട്ടുനിന്നില്ല. പക്വത വന്ന ഒരു മാന്യനെപ്പോലെ അവൻ കൂട്ടുകാരോട് ഇടപെട്ടു. അവരെ ഉപദേശിച്ചു നേർവഴിക്ക് നയിച്ചു. ആരെങ്കിലുമായി ശണ്ഠ കൂടേണ്ട അവസരം ഡൊമിനിക്കിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ബഹളമോ കുഴപ്പമോ വഴക്കോ ഉണ്ടായിരിക്കാവുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവൻ മാറിയിരുന്ന് തനിച്ചു പ്രാർത്ഥിക്കും. സാധിച്ചാൽ കൂട്ടുകാരെ ആരെങ്കിലും കൂട്ടി പ്രാർത്ഥിക്കാൻ പോകും.